നമ്മുടെയൊക്കെ കയ്യിലുള്ള മൊബൈൽ ഫോണിലേക്ക് വരുന്ന ഒരു സാധാരണ മെസ്സേജ് എങ്ങനെയാണ് ഒരു സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സാധാരണക്കാരായ സർക്കാർ ജീവനക്കാരുടെയും പാവപ്പെട്ട ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെയും സ്വകാര്യ വിവരങ്ങൾ ചോർത്തിക്കൊണ്ട് പിണറായി സർക്കാർ നടത്തുന്ന രാഷ്ട്രീയ കളി ഇപ്പോൾ ഹൈക്കോടതിയുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? വളരെ ലളിതമായി പറഞ്ഞാൽ, ഒരു വ്യക്തി സർക്കാർ സംവിധാനത്തിന് തന്റെ വിവരങ്ങൾ നൽകുന്നത് ഒരു പ്രത്യേക ആവശ്യത്തിനാണ്. ഉദാഹരണത്തിന്, ശമ്പളം ലഭിക്കാൻ സ്പാർക്ക് എന്ന പോർട്ടലിൽ വിവരങ്ങൾ നൽകുന്നു, അല്ലെങ്കിൽ പെൻഷൻ ലഭിക്കാൻ വിലാസവും ഫോൺ നമ്പറും നൽകുന്നു. ഈ വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കേണ്ടത് സർക്കാരിന്റെ കടമയാണ്. എന്നാൽ ഇവിടെ സംഭവിച്ചത്, ഈ ഡാറ്റാബേസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സോഷ്യൽ മീഡിയ വിഭാഗത്തിന് കൈമാറി എന്നതാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് സർക്കാരിന്റെ നേട്ടങ്ങൾ വിവരിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് സന്ദേശങ്ങൾ അയക്കാൻ ഈ വിവരങ്ങൾ ഉപയോഗിച്ചു. ഈ വിഷയം കോടതിയിലെത്തിയപ്പോൾ സർക്കാരിന് മറുപടിയില്ലായിരുന്നു. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ കിട്ടി എന്ന കോടതിയുടെ ചോദ്യത്തിന് മുന്നിൽ സർക്കാർ വിയർത്തു. ഒരു വ്യക്തിയുടെ അനുവാദമില്ലാതെ അയാളുടെ ഫോൺ നമ്പറോ മറ്റു വിവരങ്ങളോ രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് കോടതി പ്രഖ്യാപിച്ചു. ഇനി ഇത്തരം സന്ദേശങ്ങൾ അയക്കരുത് എന്ന് കോടതി കർശനമായി വിലക്കിയിരിക്കുകയാണ്. ഇത് സർക്കാരിന് കിട്ടിയ കനത്ത പ്രഹരമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തുകൊണ്ട് ഇതിനെ ഡാറ്റാ മോഷണം എന്ന് വിളിക്കുന്നു? അഡ്വക്കേറ്റ് ടി അസഫലിനെ പോലുള്ള പ്രമുഖർ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഇതൊരു ചെറിയ തെറ്റല്ല, ഇതൊരു ആസൂത്രിതമായ മോഷണമാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ ഡാറ്റ ചോർച്ച നടന്നാൽ വലിയ പിഴയും ശിക്ഷയുമാണ് ലഭിക്കുക. ഇവിടെ കേരളത്തിൽ സർക്കാർ തന്നെ കള്ളനായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരു പ്രത്യേക കാര്യത്തിനായി ശേഖരിച്ച വിവരങ്ങൾ മറ്റൊരു കാര്യത്തിന് ഉപയോഗിക്കുന്നത് ഡാറ്റ പ്രൊട്ടക്ഷൻ നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. പാവപ്പെട്ട പെൻഷൻകാരുടെ ഫോണിലേക്ക് മെസ്സേജ് അയച്ച് അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കാത്തതാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന ഒരു പ്രത്യേക വിഭാഗമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന ആരോപണം ഗൗരവകരമാണ്. നമ്മുടെ ഉദ്യോഗസ്ഥരുടെ ഡാറ്റ കൈകാര്യം ചെയ്യുന്ന സംവിധാനങ്ങളിൽ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിന് എന്ത് അധികാരമാണുള്ളത്? IT വകുപ്പും മുഖ്യമന്ത്രിയുടെ ഓഫീസും ചേർന്ന് നടത്തിയ ഈ ഗൂഢാലോചന കേരളത്തിലെ ഓരോ പൗരന്റെയും സ്വകാര്യതയ്ക്കും ഭീഷണിയാണ്. ഇന്ന് സന്ദേശം അയക്കാൻ വിവരങ്ങൾ എടുത്തവർ നാളെ ഇത് മറ്റു ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കില്ല എന്ന് ആര് ഉറപ്പു നൽകും? നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്നത്, ഈ ഡിജിറ്റൽ കാലത്ത് വിവരങ്ങൾ അഥവാ ഡാറ്റ, അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. അത് മോഷ്ടിക്കപ്പെടുന്നത് പണം മോഷ്ടിക്കപ്പെടുന്നതിനേക്കാൾ അപകടകരമാണ്. ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സർക്കാർ സംവിധാനങ്ങളെ പാർട്ടി പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത് ജനാധിപത്യ വിരുദ്ധവുമാണ്. കോടതിയുടെ ഇടപെടൽ വഴി താൽക്കാലികമായി മെസ്സേജുകൾ നിലച്ചേക്കാം, പക്ഷേ മോഷ്ടിക്കപ്പെട്ട വിവരങ്ങൾ ഇപ്പോഴും അവരുടെ കയ്യിലുണ്ട് എന്നതാണ് വസ്തുത.